രാഷ്ട്രീയമായിട്ട് BJPക്ക് പല വിധത്തിൽ ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. ആദ്യം ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ച പ്രധാനമന്ത്രി മോദി നടത്തിയത് ഒരു ദീർഘമായ പൊളിറ്റിക്കൽ സ്പീച്ചാണ്. അതിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ വളരെ നിശിതമായി വിമർശിക്കുകയും അദ്ദേഹം കാലാകാലങ്ങളായിട്ട് പറയുന്ന പല കാര്യങ്ങളാണ് വീണ്ടും പറയുന്നതെങ്കിലും അതിൽ കുറേ വസ്തുതകളും കുറേ ചരിത്ര കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി അതിനെ വലിയ രീതിയിൽ പൊലിപ്പിച്ചാണ് അത് അവതരിപ്പിച്ചത്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ അംഗങ്ങൾ, കോൺഗ്രസ് അംഗങ്ങളെയൊക്കെ ലോക്സഭ സൺസദ് TV-യിൽ കൂടി കാണുമ്പോൾ അവരൊക്കെ ഭയങ്കര നിരാശരായിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ വലിയ ഭൂരിപക്ഷം BJPക്ക് ഉണ്ട് എന്നുള്ളത് നിലനിൽക്കെ തന്നെ പിന്നീട് നന്ദിപ്രമേയ ചർച്ച രാജ്യസഭയിൽ അതിലും പ്രസംഗിക്കുന്നു. അതിനും ശേഷം ഈ ഓരോ പ്രസംഗങ്ങൾക്കും വലിയ കയ്യടിയും വലിയ മാധ്യമങ്ങളിൽ, ദേശീയ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും വലിയ ചർച്ചയും വലിയ കയ്യടിയും ഒക്കെ കിട്ടുന്നു. അതിനുശേഷം ഇപ്പോൾ മൂന്നാമതൊരു പ്രസംഗം കൂടി പ്രധാനമന്ത്രി ഈ ലോക്സഭാ സെഷനിൽ ഈ പാർലമെൻറ്റ് സെഷനിൽ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ പല രാഷ്ട്രീയ, ഇപ്പോൾ നികേഷ് സൂചിപ്പിച്ച പോലെ തന്നെ പല രാഷ്ട്രീയ അടവുകളും ഇതിൻ്റെ ഇടയ്ക്കുകൂടി ഓരോ ഘട്ടമായിട്ടാണ് ഭാരതരത്ന അനൗൺസ് ചെയ്യുന്നത്. ആദ്യം കർപ്പൂരി ഠാക്കൂറിനെ അനൗൺസ് ചെയ്യുന്നു. അതിനുശേഷം അഡ്വാനി ഈ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് അദ്ദേഹം വലിയ ഒച്ചയും ബഹളവും പ്രധാനമന്ത്രിക്കെതിരെ ഏതെങ്കിലും കുത്തുവാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ അതിനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടുന്നു. പിന്നീട് 3 ഭാരതരത്നകൾ വീണ്ടും. ഞാൻ ഇന്നലെ ട്വീറ്റ് ചെയ്തിരുന്നു, ഒരു ഭാരതരത്നയുടെ വില എത്രയാണ്, എത്ര MP-മാർക്ക് ആണ് ഒരു ഭാരതരത്ന നമുക്ക് അതിൻ്റെ വില ഒപ്പിക്കാൻ പറ്റുന്നത്, അത് ടാൻഡമൗണ്ട് ടു ഹൗ മെനി MPs. ഒരു ഭാരതരത്ന കൊടുത്താൽ കർപ്പൂരി ഠാക്കൂറിൻ്റെ പേരും പറഞ്ഞ് നിതീഷ് കുമാറിൻ്റെ MP-മാരെ അല്ലെങ്കിൽ ആ പാർട്ടിയെ NDA-യിലേക്ക് ചാക്കിട്ടെടുക്കാം. പിന്നീട് മറ്റൊരു ഭാരതരത്ന വഴി ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന കൊടുക്കുന്നത് വഴി ജയന്ത് ചൗധരിയുടെ വെറും 2 സീറ്റ് 4 സീറ്റൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുന്ന ജയന്ത് ചൗധരിയുടെ അജിത് സിംഗിൻ്റെ പാർട്ടിയെ വീണ്ടും NDA-യിലേക്ക് എത്തിക്കുക. ഇതുപോലെ പിന്നെ നരസിംഹറാവുവിനാണ് അവസാനത്തെ ഭാരതരത്ന. ആ ഭാരതരത്ന പോലും അതിൽ പോലും ഒരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ വന്നത് തെലങ്കാനയിലാണ് കോൺഗ്രസിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കുറച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ കർണാടകയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു ഗണ്യമായിട്ടുള്ള 3 സീറ്റിൽ നിന്ന് 10 സീറ്റിലേക്ക് എത്തുന്നതായി കാണുന്നത് തെലങ്കാനയിലാണ്. അപ്പോൾ അവിടെ നരസിംഹറാവുവിൻ്റെ കൊച്ചുമകനൊക്കെ ഇപ്പോൾ BJP-യിലുണ്ട്. പക്ഷേ അവിടെ പോലും തെലങ്കാനയിൽ പോലും ഭാരതരത്ന കൊടുക്കുന്നത് വഴി ഏതെങ്കിലുമൊക്കെ തരത്തിൽ BRS-മായിട്ടൊക്കെ ഇനി സഖ്യമുണ്ടാകുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ പ്രതിപക്ഷത്തെ പൂർണ്ണമായിട്ട് പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കുക, അതായത് അവർക്ക് ഒരു 100 സീറ്റ് ജയിക്കാൻ പോലും അവസ്ഥ ഉണ്ടാക്കാത്ത വിധത്തിൽ അവരെ പൂർണ്ണമായിട്ട് ഡീമോറലൈസ് ചെയ്യുന്ന, അതിന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പല ആക്രമണങ്ങളും അല്ലെങ്കിൽ മറ്റ് പലതരത്തിലും പല സർക്കാരുകളെ, സംസ്ഥാന സർക്കാരുകളെ, സംസ്ഥാന നേതാക്കളെയൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ED ഒക്കെ വഴി അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ നേരിടുന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ പോലും അതിൻ്റെ കുന്തമുന ചെന്ന് പതിക്കുന്നത് രാഹുൽ ഗാന്ധിയിൽ തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇത്രയും മോശം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് പലപ്പോഴും കാണപ്പെടാത്ത ഒരു നേതാവാണ്. ലോക്സഭയിൽ Debate with MV Nikesh Kumar.